ജഗന്മിഥ്യ. ഈ വേദാന്തം ജഗത്തിനെ മിഥ്യ എന്ന് പറഞ്ഞു കളയുന്നു. പിന്നെ എന്തോന്നും പറയണം? കരുത്തുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജഗത്തിനെക്കുറിച്ച് വേറെ വല്ലതും പറയട്ടെ. മിഥ്യ മിഥ്യ മിഥ്യ, 1000 പ്രാവശ്യം മിഥ്യ. യാതൊരു പ്രയോജനമില്ല. പരമാർത്ഥം പറഞ്ഞാൽ ഇവിടെ ആളുകൾ മരിക്കുന്നതും അതിൻ്റെ മുമ്പിലിരുന്ന് ജനങ്ങൾ തലതല്ലി വിളിക്കുന്നതും 3-ാം ദിവസം അല്ലെങ്കിൽ 4-ാം ദിവസം സഞ്ചയത്തിൻ്റെയോ കുളിയുടെയോ പേരിൽ അടപ്രഥമൻ കൂട്ടി സദ്യ കൊണ്ട് രസിക്കുന്നതും, ഇതൊക്കെ മായയല്ലെങ്കിൽ പിന്നെ എന്താണ്? അതൊക്കെ നടക്കട്ടെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ നേരം പോക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനോട് കൂടെ ചേർന്നുകൊള്ളുക, അല്ലാതെ ഒരിടത്തും ഓടണ്ട. പ്രൗഢാനുഭൂതി എന്നൊരു കൃതി ഇവിടെ ഉണ്ട്. ജീവൻ മുക്താനന്ദലഹരി എന്ന് അതിനകത്തൊരു കൃതിയുണ്ട്. ഒരു ജീവൻ മുക്തൻ എങ്ങനെ ജീവിക്കും എന്ന് ആ കൃതിയിൽ ആചാര്യസ്വാമികൾ അതിഗംഭീരമായി ചർച്ച ചെയ്യുന്നു. വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ആ പ്രൗഢാനുഭൂതി എന്ന കൃതിയിലാണ് ഈ ബ്രഹ്മജ്ഞാനാവലി മാല എന്ന് പറയുന്ന ഒരു 10-12 അനുഷ്ഠിപ്പ് ശ്ലോകം. അതിലാണ് ഈ പരമസത്യത്തിൻ്റെയൊക്കെ പ്രഖ്യാപനം, പെരുമ്പറഘോഷം എന്ന് ആചാര്യസ്വാമികൾ പറയുന്ന ഇത് വേദാന്ത ഡിണ്ടിമ. ആചാര്യസ്വാമികളുടെ പ്രധാനപ്പെട്ട 10-15 കൃതികളുടെ വിശദമായ വ്യാഖ്യാനമാണ് പ്രൗഢാനുഭൂതി.